ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽജാഡ പാർക്കിലേക്കാണ്. ദെൻ നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇസുവിൻ്റെയും അല്ലിബുവിൻ്റെയും കുറച്ച് ഈദ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, മീൻസ് ബിഫോർ ഈദിനുള്ള ഫോട്ടോസ്. നോമ്പായതുകൊണ്ട് ഇവിടെയുള്ള ഫുഡ് ട്രക്കുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നൈറ്റിലേ ഓപ്പൺ ആക്കാറുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നിടത്തൊരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണിത്. ദെൻ സ്റ്റുഡൻസ് ചെയ്ത പ്രൊജക്റ്റാണ്, കണ്ടില്ലേ ഈ സംഭവത്തിൻ്റെ. അല്ലിബുവിൻ്റെയും ഇസുവിൻ്റെയും കോസ്റ്റ്യൂംസൊക്കെ മാറ്റിക്കൊടുത്ത്. ദെൻ അല്ലിബുവിന് പർദ്ദ നല്ല ഇഷ്ടമായിക്കണം. ഇസുവിന് പിന്നെ കന്തൂറ വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ അവൻ്റെ ഷോള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ശരിക്ക് ചുറ്റലൊന്നും അറിയൂല, അറബിക് സ്റ്റൈലിൽ നമുക്കറിയില്ല. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പാർട്സാണ് നമ്മൾ വീഡിയോ എടുത്തില്ലേ. ശരിക്കൊരു റിസ്ക് പരിപാടിയാണിത്. അവരെ ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവരങ്ങോട്ട് പോകും. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണമെങ്കിൽ ഷോർട്ടിലുണ്ട് കേട്ടോ, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്നിപ്പോൾ 29ാമത്തെ നോമ്പായിരുന്നു. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. ഈ ടൈമിൽ വന്നില്ലെങ്കിൽ പിന്നെ ക്ലിയറും ഉണ്ടാവില്ല. ഇത് നമ്മൾ അൽജാഡ പാർക്കിൽ ഒരു അൽജാഡ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസാണിത് തന്നെ, എസ്റ്റേറ്റിൻ്റെ. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ അല്ലിബുവിൻ്റെ ഇസുവിനും കണ്ണു മൊത്തം ഈ പാർക്കിലോട്ടായിരുന്നു. തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ പാർക്കിലൊന്ന് കൊണ്ടുപോയി. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു അൽ മസ്ജിദ് പാർക്കുണ്ട്, അവിടെയാണ്. നമ്മളിപ്പോൾ ഇഫ്താർ ഇന്ന് പാർക്കിൽ നിന്നാണ്. പൊരിക്കടിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ദെൻ പിന്നെ ഈ ഫുഡ് നമുക്ക് റൈസ് ഇവിടെ പള്ളിയിൽ പ്രൊവൈഡ് ചെയ്യില്ല, അങ്ങനെ കിട്ടിയതാണ്. ദെൻ അങ്ങനെ ഇതാണെന്നൊക്കെ കൺഫേം ആയതിനു ശേഷം പിന്നെ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, പോകണമെന്ന് പറഞ്ഞു. ദെൻ അതിന് ശേഷം നമ്മൾ ഈദിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നെസ്റ്റോയിൽ വന്നതാണ്. നെസ്റ്റോയിൽ നല്ല തിരക്കായിരുന്നു. ദെൻ ഏറ്റവും കൂടുതൽ തിരക്ക് ബീഫിൻ്റെ സെക്ഷനിലായിരുന്നു, കണ്ടില്ലേ. അതാണ് ബീഫിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിഷൊന്നും അധികം പേരും മേടിക്കണില്ല. പിന്നെ ഞാനൊരു പാലടയുടെ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട്സ് മേടിക്കാൻ വന്നതാണ്. നട്ട്സ് ക്യാഷ്നട്ടും അതേപോലെ തന്നെ നമ്മളെ മുന്തിരിയില്ലേ, അതും വേണ്ടിയിരുന്നു എനിക്ക്. ഇവിടെ പിന്നെ ഈ നെസ്റ്റോയിൽ സക്കാത്ത് റൈസ് എന്ന് പറഞ്ഞിക്കാണ്ട് ഒരു പാർട്ട് തന്നെ ഉണ്ട്. നമുക്ക് റൈസ് സക്കാത്തിനുള്ള അരി കൊടുക്കാനുള്ള അവിടെ ഒരു പാക്കായിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ അതിന് ശേഷം സഹാറ മാളിലേക്ക് പോവാണ്. അതായത് നെസ്റ്റോന്ന് നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 25 മിനിറ്റോളം ഉണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് നെസ്റ്റോൻ്റെ അവിടുന്ന് കാറിട്ടിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യുക ചെയ്ത്. ഫസ്റ്റാണ് നമ്മൾ സഹാറ മാളിലേക്ക് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കാണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അല്ലിബുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അല്ലിബു ഇറങ്ങിക്കണ്. ദെൻ പിന്നെ ഞാൻ അച്ചോട്ടൊക്കെ മൈലാഞ്ചി ഇട്ട്, പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് അവിടെ ഒരു ഗോൾഡ് സോക്കിൽ ഫ്രീ ആയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കണ്ടായിരുന്നു. അവിടുന്ന് ഞാനും അല്ലിബു ഇട്ടിട്ടുണ്ടായിരുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്.